കുരുവികളും കാക്കകളും. ഒരു ദിവസം കാലുകാക്കയുടെ അമ്മ വളരെ നേരമായി തന്റെ മകൻ കാലുവിന്റെ വീട് അന്വേഷിച്ചു കൊണ്ടിരുന്നു. പക്ഷെ കാട്ടിൽ വളരെ സമയം തേടിയിട്ടും കാലുവിന്റെ വീട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അയ്യോ, ഈ കാട് ഇവിടെ മുഴുവനും മാറിയിട്ടുണ്ട്. ഞാൻ എങ്ങനെ എന്റെ മോന്റെ വീട് കണ്ടുപിടിക്കുക? അതും പറഞ്ഞ് കാലുവിന്റെ അമ്മ വളരെ വിഷമത്തോടെ ഒരു മരത്തിന്റെ ചിലയിൽ ഇരുന്നു. ആ സമയത്ത് ഒരു പ്രാവ് അവിടെ പറന്നു വന്നു. മുത്തശ്ശി, നിങ്ങൾ ആരാണ്? നിങ്ങൾ ഇവിടെ ആദ്യമായാണോ വരുന്നത്? അതെ മോനെ, ഞാൻ ഈ കാട്ടിൽ താമസിക്കുന്ന കാലുവിന്റെ അമ്മയാണ്. ഞാൻ കാലുവിന്റെ വീട് അന്വേഷിക്കുകയാണ്. ഓഹോ, കാലുവിന്റെ അമ്മയാണോ നിങ്ങളെ? വിഷമിക്കേണ്ട, ഞാൻ നിങ്ങൾക്ക് കാലുവിന്റെ വീട്ടിലെ വഴി കാണിച്ചു തരാം. ശരി, ആ ബാഗത്താ, ഞാൻ എടുത്ത് പിടിക്കാം. ഇല്ല ഇല്ല, വേണ്ട. ഈ ബാഗിനകത്ത് വളരെ പ്രധാനമായ കാര്യങ്ങളുണ്ട്. ഇത് ഞാൻ തന്നെ പിടിക്കാം. എന്ത്? ബാഗിനകത്ത് പ്രധാനമായ കാര്യങ്ങളുണ്ടെന്നോ? അപ്പോ ചിലപ്പോൾ ഇതിനകത്ത് സ്വർണവും വെള്ളിയായിരിക്കും. ശരി ശരി പാട്ടി, നമുക്ക് ഇപ്പൊ തന്നെ കാലുവിന്റെ വീട്ടിലേക്ക് പോകാം. അതും പറഞ്ഞു പ്രാവ് കാലുവിന്റെ അമ്മയും കൂട്ടി കാലുകാക്കയുടെ വീട് നോക്കി പറന്നു പോയി. അമ്മയോ? വരൂ വരൂ, എപ്പോ വന്നു? അയ്യോ, ഈ കിളവി എന്തിനാ ഇപ്പൊ ഇവിടെ വന്നേന്ന് മനസ്സിലാവുന്നില്ല. ഇനി എത്ര ദിവസം ഇവിടെ താമസിക്കുമായിരിക്കും? നമ്മുടെ കാട്ടില് എന്റെ വീട് പൊളിഞ്ഞു പോയി മോനെ. അതുകൊണ്ടാ കുറച്ചു ദിവസം നിന്റെ വീട്ടിൽ താമസിക്കാന്ന് വിചാരിച്ചു. അതിനെന്താ അമ്മേ, എത്ര ദിവസം വേണമെങ്കിലും താമസിച്ചോളൂ. ആ മരുമകളെ, മോളെ, നിനക്ക് സുഖമല്ലേ? ആ, ഇതുവരെക്കും സുഖമായിരുന്നു അമ്മേ. അങ്ങനെ രാത്രി സമയം വന്നു. റാണിക്കാക്ക എല്ലാവർക്കും വേണ്ടി ചപ്പാത്തി ചൂടാൻ തുടങ്ങി. പക്ഷെ അവൾ അമ്മയെ വേഗം വീട്ടിൽ നിന്ന് തുരത്താൻ വേണ്ടി അമ്മ കഴിക്കുന്ന ചപ്പാത്തിയിൽ മാത്രം റാണിക്കാക്ക അധികം ഉപ്പിട്ടു. പിന്നെ എല്ലാവരും ഒന്നിച്ചിരുന്ന് ചപ്പാത്തി കഴിക്കാൻ തുടങ്ങി. അയ്യേ, മോശം മോശം, എന്താ ഇത്? ഈ ചപ്പാത്തി എന്താ ഇത്ര ഉപ്പിട്ടിരിക്കുന്നേ? അമ്മേ, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെയാ. എന്റെ ഭക്ഷണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാറില്ല. കാലു, നിങ്ങൾ തന്നെ പറ, ചപ്പാത്തിയിൽ ഉപ്പുണ്ടോ? ഇല്ലല്ലോ അമ്മേ, ചപ്പാത്തിയിൽ അധികം ഉപ്പൊന്നുമില്ല. ചപ്പാത്തി നന്നായിട്ടുണ്ടല്ലോ. കാലു, നിന്റെ അമ്മയ്ക്ക് എന്റെ ഭക്ഷണം ഇഷ്ടപ്പെടുന്നില്ല. എപ്പോഴും എന്റെ പാചകത്തെ കുറിച്ച് കുറവ് പറയും. നാളെ മുതൽ നിങ്ങൾ തന്നെ ഭക്ഷണം ഉണ്ടാക്കാമേ. നിങ്ങളുടെ ഭക്ഷണം കഴിച്ചിട്ട് കുറെ ദിവസമായി. എന്നാ മോനെ കാലേ, ഞാന് ഫുഡ് ഉണ്ടാക്കാനോ? അതെ അമ്മേ, ഞാൻ നിങ്ങളുടെ ഭക്ഷണം കഴിച്ചിട്ട് കുറെ ദിവസമായി. അങ്ങനെ ആ ദിവസം കടന്നുപോയി. ദിവസവും റാണിക്കാക്ക അവളുടെ അമ്മയോട് വളരെ മോശമായി പെരുമാറിക്കൊണ്ടിരുന്നു. വീട്ടുജോലി എല്ലാം അവളുടെ അമ്മയെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചു. അതേസമയം പ്രാവ് കാലുകാക്കയുടെ അമ്മ ഒരു ബാഗ് നിറയെ സ്വർണവും വെള്ളിയും എടുത്തിട്ട് വന്നിട്ടുണ്ടെന്ന് കാട്ടിലിരുന്ന എല്ലാ പക്ഷികളോടും പോയി പറഞ്ഞു. ഒരു ദിവസം റാണിക്കാക്ക നദിക്കരയിൽ വെള്ളം കുടിക്കായിരുന്നു. ആ സമയത്ത് വെട്ടുക്കിളി അവിടേക്ക് പറന്നു വന്നു. എന്താ റാണി, നീക്കിപ്പം നല്ല സുഖജീവിതമായിരിക്കല്ലേ? സുഖജീവിതമോ? എന്തൊക്കെയാ നീ വിളിച്ചു പറയുന്നേ? ആ, നിന്റെ അമ്മ ഒരു ബാഗ് നിറയെ സ്വർണവും വെള്ളിയും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. എന്താ മിട്ടു, എന്താ നീ പറയുന്നേ? അവർ ഇതേപ്പറ്റി എന്നെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. റാണി, ചിലപ്പോള് അവർ നിന്നെ പരീക്ഷിക്കുകയായിരിക്കും. നീ അവരോട് നല്ല നിലയിൽ പെരുമാറിയാലേ അവർ നിനക്ക് സ്വർണവും വെള്ളിയൊക്കെ തരുമായിരിക്കും. അതാ ഞാൻ കരുതുന്നേ. ഓ ഭാഗ്യം, നീ ഇപ്പൊ ഈ കാര്യം പറഞ്ഞു തന്നത്. നോക്ക്, ഇത് മുതൽ ഞാൻ എങ്ങനെയാ അത്തയെ നോക്കുന്നതെന്ന്. അതും പറഞ്ഞ് റാണിക്കാക്ക വളരെ വേഗം തന്റെ വീട് നോക്കി പറന്നുപോയി. റാണിക്കാക്ക തന്റെ വീട്ടിലേക്ക് എത്തിയ സമയം അവളുടെ അമ്മ വീടിനകം മുഴുവൻ വൃത്തിയാക്കുകയായിരുന്നു. അയ്യോ അമ്മേ, നിങ്ങളെന്തിനാ ഇങ്ങനെ ജോലി ചെയ്യുന്നത്? അമ്മേ അമ്മേ, ഇനി മുതൽ ഞാനാ ഈ വേല മുഴുവനും ചെയ്യാ. നിങ്ങൾ എനിക്ക് അമ്മ തന്നെയാ. അയ്യോ മരുമകളെ, നിനക്ക് എന്തെറ്റി? എന്താ പെട്ടെന്നൊരു മാറ്റം? അയ്യോ അമ്മേ, ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും. ഇനി ഞാന് അമ്മക്ക് ആവശ്യമുള്ള ഫുഡ് ഉണ്ടാക്കി തരാം. അതും പറഞ്ഞ് റാണിക്കാക്ക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തികൾ ഉണ്ടാക്കാൻ തുടങ്ങി. അന്നു മുതൽ റാണിക്കാക്ക അവളുടെ അമ്മയെ വളരെ നന്നായി നോക്കി. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു പോയി. എന്നാൽ റാണിക്കാക്ക വിചാരിച്ചതുപോലെ ആ ബാഗ് തുറന്നു നോക്കാന് ശ്രമിച്ചു. പക്ഷെ പറ്റിയില്ല. മുത്തശ്ശി മുത്തശ്ശി, എന്റെ പന്ത് ഒരു കിണറ്റിനുള്ളിൽ വന്ന് വീണു. അതെനിക്ക് എടുത്തു തരാമോ? അയ്യോ പേടിക്കേണ്ട മോനെ, ഞാനിപ്പൊ തന്നെ എടുത്തു തരാട്ടാ. അതും പറഞ്ഞ് ആ വയസ്സായ മുത്തശ്ശി തന്റെ കൊച്ചുമോനെയും കൊട്ടി ആ കിണറ് നോക്കി പറന്നുപോയി. ഇത് കണ്ട റാണിക്കാക്ക വളരെ സന്തോഷം തോന്നി.
ആഹാ, ഇത് തന്നെ ശരിയായ സമയം. ഈ പെട്ടി തുറന്ന് ഇതിനുള്ളിലുള്ള സ്വർണം വെള്ളിയൊക്കെ എടുക്കാൻ പോവാ ഞാൻ. മുത്തശ്ശി, ഈ കിണറ്റിനുള്ള എന്റെ പന്ത് വീണേ. എനിക്കപ്പൊ എന്ത് വേണം? എനിക്ക് താ. ശരി മോനെ, ഞാൻ ഇപ്പൊ തന്നെ നിനക്ക് പന്തെടുത്തു തരാം. അതും പറഞ്ഞ് ആ മുത്തശ്ശി ആ കിണറ്റിനകത്ത് കൈകൾ ഇട്ടിട്ട് തന്റെ കൈയിലേക്ക് പന്ത് കിട്ടുന്നോന്ന് നോക്കി. പക്ഷെ അവരുടെ കയ്യിലേക്ക് ഒരു വലിയ ചാക്ക് തട്ടി. അത് പുറത്തെടുത്ത കാൽക്കാക്കയുടെ അമ്മ അത് തുറന്നു നോക്കി. അതിനകത്ത് നിറയെ സ്വർണമായിരുന്നു. മുത്തശ്ശി, ആ ചാക്ക് താഴെ ഇട്ടിട്ട് എന്റെ പന്ത് തെടുത്താ. എനിക്ക് എന്റെ പന്ത് വേണം. ഈ സ്വർണക്കാശുകൾ വിറ്റാല് നമുക്ക് ഒരുപാട് പന്തുകൾ വാങ്ങാം. എനിക്ക് ഇതൊന്നും അറിയില്ല. വാ, ഇതൊക്കെ കൊണ്ടുപോയി എന്റെ അമ്മയോട് പറഞ്ഞു വരാം. അതും പറഞ്ഞ് ആ വയസ്സായ മുത്തശ്ശി ആ ചാക്കുമെടുത്ത് വളരെ വേഗം റാണിക്കാക്കയുടെ വീട് നോക്കി പറന്നുപോയി. അതേ സമയത്ത് ആ പെട്ടി തുറന്നു നോക്കിയ റാണിക്കാക്ക വളരെയധികം ഷോക്കായി. ഇതിനകത്ത് ഒരു വെള്ളിയോ സ്വർണമോ ഒന്നുമില്ല. ഇതിലൊരു പഴയ കണ്ണാടിയും തോർത്തും മാത്രാണ്. ആ വയസ്സായ കിളവിക്ക് എത്ര ഉപകാരം ചെയ്തു, എല്ലാം വേസ്റ്റായി. ആ സമയത്ത് കാലുകാക്കയുടെ അമ്മ ആ ചാക്കുമെടുത്ത് അവിടേക്ക് വന്നു. കിളവി, അവിടെ തന്നെ നിക്ക്, നീ വീടിനകത്ത് കയറണ്ട. റാണി മോളെ, എന്താ പറ്റി? എന്താ പെട്ടെന്നൊരു മാറ്റം? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? നിന്നെ കാരണം ഇവിടെ ഒരു ഗുണവുമില്ല. ദിവസവും ഇവിടെ കിടന്നും കഴിച്ചും മാത്രം ജീവിക്കാണ്. ഇവിടെ നിൽക്കാൻ പാടില്ല. ഇവിടെ എനിക്ക് പോ. അമ്മേ, മുത്തശ്ശി എന്താ പറയുന്നതെന്ന് കേട്ടു നോക്കാം അമ്മേ. ഞാൻ ഈ വീട് വിട്ടു പോയതാലോചിച്ച് നീ ഉറപ്പായും ദുഃഖിക്കും. അതും പറഞ്ഞ് കാക്കയുടെ അമ്മ അവിടെ നിന്നും പോയി. പിന്നെ കാക്കയുടെ അമ്മ ആ ഒരു ചാക്കെടുത്ത് ഒരു മരത്തിന്റെ ചില്ലയിൽ വെച്ച് അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ രാത്രിയായപ്പോഴേക്കും കാട്ടിൽ വളരെ ശക്തമായി മഞ്ഞു പെയ്യാൻ ആരംഭിച്ചു. അയ്യോ, ഞാൻ എന്ത് ചെയ്യും? വളരെയധികം തണുക്കുന്നു. പനി വരുമോ? ഞാൻ എന്താ ചെയ്യാ? അതേ സമയം ഒരു വയസ്സായ കാക്ക മരത്തിലിരിക്കുന്നത് അവിടെ ഒരു മീനുക്കുരുവി കണ്ടു. അയ്യോ, ഈ വയസ്സായ മുത്തശ്ശി ഈ കൊടും തണുപ്പിൽ ഒറ്റക്കിരിക്കുകയാണല്ലോ. അതും പറഞ്ഞ് മീനുക്കുരുവി ആ വയസ്സായ മുത്തശ്ശിയുടെ അടുത്തേക്ക് പറന്നുപോയി. മുത്തശ്ശി, ഇവിടെ എന്ത് പറ്റി? എന്താ ഇവിടെ ഇരിക്കുന്നേ? നിങ്ങളുടെ വീട്ടിൽ പോകത്തെന്താ? കുരുവി, എന്റെ മരുമകൾ എന്നെ വീട്ടിൽ നിന്നും പുറത്താക്കി. എവിടേക്ക് പോണെന്ന് അറിയാതെ ഞാൻ ഇവിടെ ഇരിക്കാണ്. അയ്യോ മുത്തശ്ശി, നിങ്ങൾ വിഷമിക്കണ്ട, എന്റെ വീട്ടിലേക്ക് വാ. ഈ കടുമായ തണുപ്പില് നിങ്ങൾ ഇവിടെ ഇരുന്നാല് നിങ്ങക്ക് പനി വരും. അതും പറഞ്ഞ് മീനുക്കുരുവി ആ മുത്തശ്ശിയും കൂട്ടി തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. മീനുക്കുരുവി ആ കാക്കക്ക് നല്ല രുചിയുള്ള ചപ്പാത്തികൾ ഉണ്ടാക്കി കൊടുത്തു. അവർക്ക് ഉറങ്ങാൻ വേണ്ടി നല്ല ബെഡും ഉണ്ടാക്കി കൊടുത്തു. കാലുക്കാക്കയുടെ അമ്മ വളരെ സന്തോഷത്തോടെ ആ രാത്രി മുഴുവനും മീനുക്കുരുവിയുടെ വീട്ടിൽ ഉറങ്ങി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. കുരുവി, ഈ ചാക്ക് നിറയെ സ്വർണമാണ്. ഈ സ്വർണത്തിനൊക്കെ അർഹതപ്പെട്ട ആള് നീയാണ്. മുത്തശ്ശി, എനിക്ക് ഈ സ്വർണമൊന്നും വേണ്ട. കുരുവി, അങ്ങനെ പറയല്ലേ മോളെ. ഈ സ്വർണം വെച്ച് ഈ കാട്ടിലുള്ള എല്ലാ അനാഥ പറവകൾക്കും വയസ്സായ പറവകൾക്കും നീ സഹായം ചെയ്യണം. അതും പറഞ്ഞ് കാലുക്കാക്കയുടെ അമ്മ ആ സ്വർണം മുഴുവനും മീനുക്കുരുവിക്ക് കൊടുത്തിട്ട് അവിടെ നിന്നും പറന്നുപോയി. അതേസമയം കുഞ്ഞു രാജു തന്റെ അമ്മയോട് കിണറ്റിൽ കരയിൽ വന്ന സംഭവങ്ങൾ മൊത്തം പറഞ്ഞു. എടാ രാജു, ഇതൊക്കെ എപ്പോഴാണ് എന്നോട് പറയുന്നത്? അതും പറഞ്ഞു റാണിക്കാക്ക ആ കാട് മുഴുവനും തന്റെ അമ്മയെ തേടി നടന്നു. പക്ഷെ എവിടെ തേടിയിട്ടും റാണിക്കാക്കക്ക് തന്റെ അമ്മയെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ആ സങ്കടം കൊണ്ട് റാണിക്കാക്ക വീണ്ടും തന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയി.